ബംഗാൾ രാജ്ഭവനും ബംഗാൾ പോലീസും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ. ബംഗാൾ പോലീസിനോട് രാജ്ഭവൻ വിടാൻ ഗവർണർ CV ആനന്ദബോസ് നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് അക്രമങ്ങൾക്കിരയായവർക്ക് രാജ്ഭവനിലേക്ക് പോലീസ് പ്രവേശനം നിഷേധിച്ച സംഭവത്തിലാണ് നടപടി. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി പരാതി നൽകിയിരുന്നു. ബൽറാം നെടുങ്ങാടി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, എന്താണ് ഈ പോര് മൂർച്ഛിക്കുന്നതിന്റെ സാഹചര്യം? വേണു, പശ്ചിമ ബംഗാൾ ഗവർണറുടെ ഓഫീസും ബംഗാൾ പോലീസും തമ്മിൽ നേരത്തെ പലതവണ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലെത്തിയതാണ് തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പരാതി നൽകാൻ എത്തിയ ആളുകൾക്ക് ബംഗാൾ പോലീസ്, ഈ രാജ്ഭവന്റെ സുരക്ഷാ ചുമതലയുള്ള ബംഗാൾ പോലീസ് പ്രവേശനം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം എന്നുള്ളത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ബംഗാൾ പോലീസിനെതിരെ കടുത്ത ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം ഉന്നയിക്കുകയും ഇക്കാര്യത്തിൽ ഗവർണർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ബംഗാൾ രാജ്ഭവന്റെ സുരക്ഷാ ചുമതല ഒഴിയാൻ ബംഗാൾ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉടനടി രാജ്ഭവനിൽ നിന്നും ഒഴിയാനാണ് ഗവർണർ ബംഗാൾ പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളത്. അസാധാരണമായ ഒരു നീക്കമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഗവർണർക്കെതിരായി ഉയർന്ന ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് പലതവണ ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. അന്വേഷണവുമായി സഹകരിക്കേണ്ടതില്ല എന്ന് രാജ്ഭവനിലെ ജീവനക്കാർക്ക് ഗവർണർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ തുടർച്ചയായി രാജ്ഭവൻ ജീവനക്കാർക്ക് നോട്ടീസ് അയക്കുന്ന നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും രാജ്ഭവൻ ജീവനക്കാർക്കെതിരെ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന നടപടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ സംഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പരാതി നൽകാൻ എത്തിയവർക്ക് പ്രവേശനം നിഷേധിച്ചതിന്റെ പേരിൽ ബംഗാൾ പോലീസിനോട് രാജ്ഭവന്റെ സുരക്ഷാ ചുമതല ഒഴിയാനുള്ള നിർദ്ദേശം പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് നൽകിയിരിക്കുന്നത്. വേണു. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.